Hey Siri, I'm home. Home sweet home. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ എവിക്ക ആപ്പിൾ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പറുകൾ വന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്വന്തം ആപ്പിൾ ഹോംപോഡ് മിനി. Hello Mini. Hello Apple fan. ഹലോ മിനി. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഹോംപോഡ് മിനിയുടെ അൺബോക്സിങ്ങും സെറ്റിങ്ങും പിന്നെ നമ്മുടെ ഹോം ആപ്ലിക്കേഷനിൽ വരുന്ന എല്ലാ പുതിയ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് പോവാം. എന്താ വർക്കാവാത്തെ? നമ്മുടെ ഹോംപോഡ് മിനി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളർ വേരിയൻറ്റിലാണ് നമ്മുടെ ഹോംപോഡ് മിനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പല ടൈപ്പ് കളർ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. യെല്ലോ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, പിന്നീട് ബ്ലൂ. ഞാൻ എന്തുകൊണ്ട് ബ്ലൂ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ബ്ലാക്ക് ഒരു കോമൺ കളറാണ്. വൈറ്റും യെല്ലോയും റെഡും പെട്ടെന്ന് അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും വൈബ്രൻറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് വന്നാൽ തന്നെ അതിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കാണാത്തൊരു കളറായിട്ട് ഞാൻ ഈ പറയുന്ന നേവി ബ്ലൂ സെലക്ട് ചെയ്തത്. നമുക്ക് ജസ്റ്റ് ഈ പറയുന്ന ഹുഡ് ഒന്ന് മാറ്റി നോക്കാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. വാവ്, ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഹോംപോഡ് മിനിയുടെ ബോക്സ്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ ഡിവൈസ് തന്നെയാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. അതെടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബോക്സിൻ്റെ ഉള്ളിൽ എപ്പോഴും കാണുന്ന പോലെ ഒരു പുൾ ടാപ്പ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ പ്രൊഡക്റ്റിൽ പൊതുവേ കാണാത്ത ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ചാർജർ എന്ന് പറയുന്നത്. ഏകദേശം 10,900 റുപ്പീസാണ്. പക്ഷേ ഈ പറഞ്ഞ ചാർജർ തന്നെ ഏകദേശം 2,000 രൂപ വില വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോംപോഡ് മിനിക്ക് ഏകദേശം ഒരു 8,000 റുപ്പീസ് 7,000 റുപ്പീസൊക്കെയാണ് പ്രൈസ് MRP വരുന്നത്. പക്ഷേ ഈ പറയുന്ന ചാർജറും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആണ് ഈ പറയുന്ന 10,900 റുപ്പീസ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നീട് ഈ പറയുന്ന ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു കാർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോംപോഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. പിന്നീട് ആസ് യൂഷ്വൽ നമുക്ക് ലഭിക്കുന്ന പോലെ ആപ്പിളിൻ്റെ ആ ഒരു സ്റ്റിക്കറും നമുക്ക് ഈ പറയുന്ന ഹോംപോഡ് മിനിയുടെ കൂടെ ലഭിക്കുന്നുണ്ട്. വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഹോംപോഡ് മിനിയുടെ ലഭിക്കുന്നില്ല. ആൻഡ് ഹോംപോഡ് മിനിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് ബ്രെയ്ഡഡ് കേബിൾസ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രെയ്ഡഡ് കേബിൾസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഇല്ല. പിന്നീട് ഇവിടെ നമുക്ക് ഒരു പുൾ ടാബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുൾ ടാബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോയും അതേപോലെ ഡിസൈൻ ബൈ കാലിഫോർണിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അടിഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന മിനിക്കുട്ടിനെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. നമ്മുടെ ഡിവൈസ് ഇപ്പോൾ പവറപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന സ്ക്രീനിൽ ഒരു ചെറിയ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഐഫോൺ നിയർ ബൈ ആയിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ ഹോംപോഡ് മിനി ഇപ്പോൾ വെയ്ക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഐഫോൺ അടുത്ത് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് സെറ്റപ്പിൻ്റെ ഓപ്ഷൻ കാണിക്കും. നമുക്ക് ഇപ്പോൾ നേരെ സെറ്റപ്പ് കൊടുക്കാം. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മുടെ ഈ ക്യാമറ ഈ ഒരു ഹോംപോഡിൻ്റെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനിൽ സെൻറ്റർ ചെയ്ത് വെക്കുക. അപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഹോംപോഡ് കണക്ട് ആയതുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും കണക്ട് ആകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റൂം സെലക്ഷൻ നമുക്ക് വന്നിട്ട് ലിവിങ് റൂം, അതേപോലെ മെയിൻ റൂം, ഓഫീസ്, പിന്നെ നമുക്ക് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂം സെറ്റ് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. പിന്നീട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ എഗ്രി ചെയ്യുക. അക്കൗണ്ട് ആൻഡ് സെറ്റിങ്സ് ചോദിക്കും. നമ്മുടെ ഈ പറയുന്ന ലൊക്കേഷൻ, സിറി, ആപ്പിൾ മ്യൂസിക്, പിന്നീട് അനലിറ്റിക്സ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന ഹോംപോഡിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ചോദിക്കുന്നത്. നമ്മൾ ട്രാൻസ്ഫർ സെറ്റിങ്സ് കൊടുക്കുക. അതിനുശേഷം വരുന്നതാണ് സിറി ഓൺ ഹോംപോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഹോംപോഡിൽ സിറിനെ വിളിക്കുമ്പോൾ നമുക്ക് വെയ്ക്ക് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഡിവൈസിൽ ഏകദേശം 4 മൈക്രോഫോണാണ് കൊടുത്തിരിക്കുന്നത് ഹേയ് സിറി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് ഇനി കണ്ടിന്യൂ കൊടുക്കാം. സിറി ക്യാൻ റെക്കഗ്നൈസ് യുവർ വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
റെക്കഗ്നൈസ് മൈ വോയിസ് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ഹോം പോഡിൻ്റെ അപ്ഡേറ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരെ ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹോം പോഡ് നമുക്കിനി യൂസ് ചെയ്യാവുന്നതാണ്. നേരെ നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഹോം ആപ്ലിക്കേഷനിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഹോം പോഡിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഹോം പോഡ് കോൺഫിഗർ എന്ന്. നമുക്ക് ഈ പറഞ്ഞ ഹോം പോഡിൻ്റെ ഫുൾ സെറ്റിങ്സും ഈ പറഞ്ഞ ഹോം ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഹോം പോഡിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഹോം പോഡ് ആപ്പിൽ വന്ന മാറ്റങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ടത് ഏറ്റവും ആദ്യം അൺലോക്കായ ആ 2 സെൻസേഴ്സിനെ പറ്റിയാണ്. ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ സെൻസറും 2 നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ സെൻസസും. ഈ 2 സെൻസസും നമ്മുടെ ഹോം പോഡ് മിനിക്കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആപ്പിൾ അത് അൺലോക്ക് ചെയ്തത്. 16.3 എന്നുള്ള ആ ഒരു OS-ൽ ആപ്പിൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് അൺലോക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിവൈസിൽ തന്നെ അറിയാൻ പറ്റും, ഹോം ആപ്പിൽ തന്നെ അറിയാൻ പറ്റും. പിന്നീട് ഹോമിൻ്റെ ആ ഒരു ഫുൾ ഫ്ലെക്സ് ആർക്കിടെക്ചറും ആപ്പിളും മാറ്റിയിട്ടുണ്ട്. വേറൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് റെക്കഗ്നേഷനിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐഫോണിൽ സൗണ്ട് റെക്കഗ്നേഷൻ യൂസ് ചെയ്യുന്നത് കുട്ടികളും മുതിർന്നവരൊക്കെ ഉള്ള ഒരു വീട്ടിലായിരിക്കും. നമ്മുടെ ഒരു ബേബി നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ ഒരു ബേബി കരയാണെങ്കിൽ അത് നമ്മളിപ്പോൾ മാറി നിൽക്കുകയാണെങ്കിൽ കേൾക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫോൺ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബേബിനെ വെക്കുന്നതെങ്കിൽ ആ ഒരു കുട്ടി കരയാണെങ്കിൽ നമ്മുടെ വാച്ചിലും അതേപോലെ ഹോം പോഡിലൊക്കെ ആ ഒരു കുട്ടി കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. സെയിം ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഹോം പോഡ് മിനിയിലും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ കുട്ടികളും മാത്രമല്ല, നമുക്ക് ഫയർ അലാറവും അതേപോലെ കാർബൺ മോണോക്സൈഡിൻ്റെ അലാറവും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലും അപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ഈ പറയുന്ന സെൻസേഴ്സ് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫയർ വന്നാലും ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് ട്രിഗർ ചെയ്താൽ സൗണ്ട് വരാനുമായിട്ടുള്ള കുറേയധികം ഓപ്ഷൻസ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെവിടെയെങ്കിലും തീപിടുത്തോ കാര്യങ്ങളോ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും ഹോം പോഡ് അത് ട്രിഗർ ചെയ്ത് ആ ഒരു മെസ്സേജ് നമ്മുടെ ഈ പറഞ്ഞ ഹോം പോഡായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും ആപ്പിൾ അയച്ചു തരും. ഈ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ ഈവൻ ദോ ഒരു DND മോഡ് അഥവാ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡാണെങ്കിൽ പോലും നമുക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. കാരണം അത്രയും സെൻസിറ്റീവായ ഒരു മെസ്സേജ് സ്പോട്ടിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ട ഒരാവശ്യമുണ്ട്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻ്റർകോം ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഹോം പോഡ് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഹോം ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ എനിക്ക് വീട്ടിലേക്കുള്ള മെസ്സേജസ് അയക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഇൻ്റർകോം വഴി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെസ്സേജ് ഞാൻ എൻ്റെ ഹോം ആപ്പിൽ ആഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ചെല്ലുന്നതായിരിക്കും. നമ്മുടെ വാച്ചിൽ വരും, കാർപ്ലേയിൽ വരും, ഫോണിൽ വരും, അതേപോലെ എയർപോഡ്സ് കണക്ട് ചെയ്യണമെങ്കിൽ എയർപോഡ്സിലും നമുക്ക് ഈ ഒരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മിനിമോളിലെ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയും ബാക്കി മ്യൂസിക് പ്ലെയറും സിസ്റ്റങ്ങളുമാണ്. നമ്മുടെ ഐഫോണിൽ ഏറ്റവും നല്ല ഒരു സിങ്കർണൈസേഷൻ ഹോം പോഡ് മിനിയായിട്ട് വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടാതെ ആകർഷിക്കുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഐഫോണിൽ ഒരു പാട്ട് വെക്കാൻ പോവാം. ഞാൻ നേരെ ആപ്പിൾ മ്യൂസിക്കിൽ പോയി ഒരു സോങ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സോങ് വെച്ചിട്ടുണ്ട്. ഈ സെയിം സോങ് എൻ്റെ ഹോം പോഡ് മിനിയിലേക്ക് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. എങ്ങനെ? ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് പോവുക. അകത്തേക്ക് വെക്കുമ്പോൾ തന്നെ എൻ്റെ ഹോം പോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു സോങ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ സീംലെസ് ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിവൈസിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ സ്ട്രെങ്ത് ഉണ്ടോ എന്നീ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിനുശേഷം നമ്മുടെ ഡിവൈസിൽ നിന്ന് ആ ഒരു സോങ് കറക്റ്റായിട്ട് നമ്മുടെ ഹോം പോഡിലേക്ക് ജമ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആ ഒരു സോങ് നമ്മുടെ ഹോം പോഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി സൗണ്ട് ക്വാളിറ്റി നമ്മുടെ ഹോം പോഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ഞാൻ മീഡിയം വോയിസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ മെഷീനിൽ നിന്നാണ് ഇത്രമാത്രം സൗണ്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു റൂം ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പാട്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ബേസ് ഉള്ള ഒരു സാധനം കൊടുക്കാം. ഈ ഒരു ബേസ് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല
നമ്മുടെ ഈ ഒരു ഹോം പോഡ് മിനിയിൽ വെക്കുന്ന ട്രാക്കുകളിലെ ലിറിക്സും അത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കും. ഇനി ഹോം പോഡിൽ നിന്ന് എൻ്റെ ഐഫോണിലേക്ക് ഈ ഒരു പാട്ട് തിരിച്ച് എൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ എൻ്റെ ഡിവൈസ് ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിവൈസിൽ നിന്ന് ആ ഒരു പാട്ട് ഐഫോണിലേക്ക് ജമ്പ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും സീംലെസ് ആയിട്ട് നമ്മുടെ ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് സോങ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 മൈക്ക് അറേസാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കോർണറിൽ നിന്ന് നമ്മുടെ സിറിനെ ആക്ടിവേറ്റ് ചെയ്ത് നോക്കിയാലും ഈ ഒരു സിറി നമുക്ക് ഹിയേഴ്സ് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി സിറി റെസ്പോൺസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് സിറിനെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഹേയ് സിറി, വാട്ട്സ് ദി ടെമ്പറേച്ചർ റൈറ്റ് നൗ? It's about 28 degrees outside. നമുക്ക് എല്ലാ കാര്യവും ഏറ്റവും എളുപ്പമായിട്ടും നമുക്ക് സിറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റ്, നിങ്ങളുടെ ഗ്രോസറി ലിസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ വിഷ് ലിസ്റ്റിലേക്കും അതേപോലെ റിമൈൻഡറിലേക്കും ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ടൈമർ, ക്ലോക്ക് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ കോളിങ്ങും കാര്യങ്ങളും ഏറ്റവും എഫിഷ്യൻ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോം പോഡ് മിനിയിലെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇനിയും നമ്മുടെ ഹോം പോഡ് മിനിയുടെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Xavier signing from Evika.